55 വർഷം ഞാൻ പത്രപ്രവർത്തന രംഗത്തുണ്ടായി. ഏറ്റവും കൂടുതൽ കാലമാണ് പത്രപ്രവർത്തന രംഗത്തിന്റെ ഈ അച്ചുവർക്ക് വെച്ചിരുന്ന കാലം തൊട്ടുള്ള അതിന്റെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് അതൊക്കെ നമ്മളിൽ കൂടെ കടന്നു പോയിട്ടുള്ളത്. ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ പൂക്കാലം മാത്രമല്ല, വായനയുടെ ഒരു വസന്തകാലം കൂടിയാണ്. അത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഓണപ്പതിപ്പിന്, കൗമുദി ഓണപ്പതിപ്പിന് വേണ്ടി കാത്തിരിക്കില്ല. കൗമുദി ഓണപ്പതിപ്പിന്റെ പരസ്യം വന്ന് തുടങ്ങിയാല് പിന്നെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞങ്ങളിലേക്ക്. അത് 50കളിലെ അവസാനം, 60കളിലെ ആദ്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഓരോ പരസ്യവും മനോഹരമായ പരസ്യങ്ങൾ. അത് ഒരിക്കലും അദ്ദേഹം പരസ്യം ചെയ്തത് ഈ കൊല്ലത്തെ കൗമുദി വാർഷികപ്പതിപ്പ് മുഴുവൻ വിറ്റ് തീർന്നു പോയി. അതുകൊണ്ട് ഒരു കോപ്പി പോലും ഇല്ല, ഞങ്ങൾക്ക് സ്റ്റോക്ക് കോപ്പി ഇല്ല, ആരെങ്കിലും ഉണ്ടാകുന്ന ഇരട്ടി വിലക്ക് വാങ്ങിക്കൊള്ളാൻ പറ്റും. അങ്ങനെയാണ് പരസ്യം. അതുപോലെ തന്നെ അദ്ദേഹം ബ്ലാങ്ക് ചെക്ക് ചെയ്തിട്ടാണ് ബഷീറിനെ കുറിച്ച് മതിലുകൾ ഇരിക്കുന്നത്. ഞാൻ ആ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നു പോയതാണ്. കാരണം ഞാൻ ആ വാർഷിക പതിപ്പുകള് വായിച്ചു വളർന്ന ഒരാളാണ്. പിന്നീട് എന്നിൽ ഇത്തരം ഇതിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് എന്റേതായിട്ടുള്ള ഭാവനയും എന്റേതായിട്ടുള്ള ഭാവുകത്വവും എല്ലാം കൂടി കലർന്നാൽ വേറെ രൂപത്തിലായി. പുതിയൊരു സബ്ജക്ട് വേണം എന്തെങ്കിലും. അത് എപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ പുതിയതിനെ കുറിച്ചുള്ള അന്വേഷണം എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതിപ്പോ എന്തെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും ഒക്കെ തന്നെ പുതിയത് ആരും ചെയ്യാത്തത് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ട് മനസ്സിൽ. അതാണ് ഒരു എഡിറ്ററുടെ ഒരു ലിറ്റററി എഡിറ്ററുടെ ഒരു ക്രിയാത്മകത അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറഞ്ഞാൽ അതാണ് പുതിയതിനു വേണ്ടിയുള്ള അന്വേഷണം. പത്മനാഭൻ ആരാണ്, ബഷീർ ആരാണ്, MT ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. അവരുടെ കഥകൾക്ക് ചിത്രങ്ങൾ നൽകുന്ന ആർട്ടിസ്റ്റുകൾ ആർക്കും അറിയില്ല. രേഖാചിത്രകല, ഇലസ്ട്രേഷൻ എന്നുള്ളത് എനിക്ക് തോന്നാണ് മലയാളത്തിൽ ഡെവലപ്പ് ചെയ്ത പോലെ വേറെ എങ്ങും ഡെവലപ്പ് ചെയ്തിട്ടില്ല. മാധ്യമത്തിന്റെ ആദ്യത്തെ വാർഷികപ്പതിപ്പ് വിപണിയിൽ വന്നപ്പോൾ അത് വലിയൊരു ചലനം തന്നെ ഉണ്ടാക്കി. കാരണം സാംസ്കാരിക രംഗം ഈ ഒരു പത്രത്തെ പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫിക്ഷൻ മാത്രമല്ല, കഥകൾ മാത്രമല്ല, ഇത്തരം ഉന്നതമായ വൈജ്ഞാനിക മൂല്യമുള്ള ലേഖനങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. ആ നിലയ്ക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇത്തരം വാർഷിക പതിപ്പുകൾ അല്ലെങ്കിൽ ഓണപ്പതിപ്പ്, പ്രത്യേക പതിപ്പുകൾ ഇറക്കിയിട്ടുള്ള ഒരാള് ഒരുപക്ഷെ ഞാനായിരിക്കും. മണർകാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മലയാള മനോരമയിലുണ്ടായിരുന്ന ആളാണ്. വായനക്കാരൻ അവന് ആഗ്രഹിക്കുന്നതല്ല, അവനെ കൾട്ടിവേറ്റ് ചെയ്യുക, അവനെ സൃഷ്ടിക്കുക, പുതിയൊരു വായനാ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കാർട്ടൂണിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള മലയാളികളാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കർ ബംഗാളിലെ ഏറ്റവും പ്രമുഖനായ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. കുട്ടി എന്ന് വിളിക്കുന്ന ചങ്ങലക്കുട്ടി എന്ന ആളുടെ പേര്. അദ്ദേഹം ഒ ബി വിജയൻ കാർട്ടൂണിന്റെ ലാംഗ്വേജ് തന്നെ മാറ്റിമറിച്ച ആളാണ്. അതുപോലെ E.P. ഉണ്ണിയാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റ്. അങ്ങനെയുള്ള ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ, അബു അബ്ബറാം, കേരളവർമ്മ കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ജയിലിൽ പോയുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ സാമുവൽ എന്ന് പറഞ്ഞ ഒരാളാണ് പോക്കറ്റ് കാർട്ടൂൺ കൊണ്ടുവന്നത്. ഇവരെയൊക്കെ അവരുടെ വീടുകളിൽ പോയി കണ്ടുപിടിച്ച് അവരെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടത്തി കാർട്ടൂൺ കല എന്താണെന്നും കാർട്ടൂണിനെ കുറിച്ച് ഇവർക്കുള്ള പറയാനുള്ള എന്താണെന്നും ഒക്കെയുള്ള ഒരു അന്വേഷണം നടത്തി. പിന്നീട് ഞാനത് മാതൃഭൂമി പബ്ലിഷ് ചെയ്ത് സത്യം പറയുന്ന നുണയന്മാർ എന്നുള്ള പേരിലാണ് അത് പബ്ലിഷ് ചെയ്തത്. ബഷീറും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് പിതൃപുത്ര നിർവിശേഷമായിട്ടുള്ള ഒരു ബന്ധം. കാരണം എൻ്റെ പിതാവും ബഷീറും ഒരു കാലത്ത് വളരെ ഒന്നിച്ച് ജയിലിൽ കിടന്നവരും അവര് ഒന്നിച്ച് പത്രം നടത്തിയിരുന്നവരും. PA സൈനുദ്ദീനേന എൻ്റെ പിതാവ്.
പാട്ട് എഴുതുകാരനൊന്നുമല്ല. എങ്കിലും ഞാൻ 1-2 സിനിമയിലും നാടകത്തിലും അല്ലാതെ ഒക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. രാഘവൻ മാഷ് ട്യൂൺ ചെയ്ത പാട്ട് എഴുതിയിട്ടുണ്ട്. 1979 ആണ് ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെടുന്നത്. തളിരിട്ടെങ്കിനാക്കൾ. ആ സിനിമയുടെ കഥയും തിരക്കഥയും ഗാനങ്ങളും ഞാനും ഭാസ്കര മാഷും കൂടി ആക്കി. 2 പാട്ടുകൾ ഭാസ്കര മാഷ് എഴുതി, 2 പാട്ടുകൾ ഞാൻ എഴുതി. അതിലാണ് അതില് ജാനകി പാടിയ ഒരു പാട്ടുണ്ട്, എൻ മൂക്ക വിഷാദം ആരറിയാം. അതിലാണ് മുഹമ്മദ് റാഫി ആദ്യമായിട്ട് പാടുന്നത്. പക്ഷെ മുഹമ്മദ് റാഫി എന്ത് ശ്രമിച്ചിട്ടും അത് മലയാളത്തിൽ പാടാൻ തയ്യാറായില്ല. അത് കുറെ കൂടി പഠിച്ചാലേ മലയാളം ശരിക്കും പാടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഹിന്ദി പാട്ട്, എന്നാ പിന്നെ ഒരു ഹിന്ദി പാട്ട് എഴുതാൻ പറഞ്ഞു. എന്നെ ഹിന്ദി പാട്ട് റെക്കോർഡ് ചെയ്ത് അത് റാഫി സാഹിബിനെ കൊണ്ട് പാടിച്ചു. അങ്ങനെയാണ് ആ തളിരിട്ടെങ്കിനാക്കളിലെ പിന്നെ ഷബാബിലേക്കേതോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് റാഫി സാഹിബിന്റെ. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. സ്ഥലകാലങ്ങളുടെ തടവുകാരാണ് നമ്മൾ. കാരണം സ്ഥലം ഇന്ന സ്ഥലത്ത് ജനിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു, ഇല്ലല്ലോ. ഏതോ സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നു, ഏതോ ഒരു കാലത്ത് ജീവിക്കുന്നു, ഏതോ കാലത്ത് ജനിക്കുന്നു, ഏതോ കാലത്ത് മരിക്കുന്നു. അതായത് വാർഷിക പതിപ്പ് എന്ന് പറയുന്നത് ഒരു പത്രത്തിന്റെ അത് ഇറങ്ങിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന വർഷം തോറും ഇറങ്ങുന്ന പത്രം എന്നുള്ള നിലയിലാണ് നമ്മൾ വാർഷിക പതിപ്പ് എന്ന് പറയുന്നത്. മിക്കവാറും ഈ ജൂൺ 1-ാം തീയതിയാണ് മാധ്യമം വാർഷിക പത്രം തുടങ്ങിയത്. അതുകൊണ്ട് മിക്കവാറും എല്ലാ വർഷവും ജൂണിലാണ് അത് ഇറങ്ങേണ്ടത്. പക്ഷേ ഈ സീസൺ, വായനയുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഓണക്കാലമാണ്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ. അപ്പോൾ മിക്കവാറും ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ പിന്നെ ഓണം വരുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ആ സമയത്താണ് ഈ ഓണപ്പതിപ്പുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഓണപ്പതിപ്പ് എന്ന് പറയുന്നതിന് പകരം അവർ വാർഷിക പതിപ്പ് എന്നാ പറയുന്നത്. കാരണം അത് മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം അത് വാർഷിക പതിപ്പായിരുന്നു, ഓണപ്പതിപ്പല്ല. അങ്ങനെയാണ് അതിന് വാർഷിക പതിപ്പ് എന്ന് പറയുന്നത്. വാർഷിക പതിപ്പ് ഓണപ്പതിപ്പൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. കാരണം ഒരേ സീസണിൽ ഇറങ്ങുന്നതാണ്. ആ സീസണിൽ കുറെ വായനക്കാരുണ്ടാവും, ചെറുകഥകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പുതിയ അറിവിന് വേണ്ടി താല്പര്യമുള്ളവർ, അങ്ങനെ. അപ്പോൾ ഈ ശരിക്ക് ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ പൂക്കാലം മാത്രമല്ല, വായനയുടെ ഒരു വസന്തകാലം കൂടിയാണ്. അത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ കൗമുദി ഓണപ്പതിപ്പിന് വേണ്ടി കാത്തിരിക്കില്ല. കൗമുദി ഓണപ്പതിപ്പിന്റെ പരസ്യം വന്ന് തുടങ്ങിയാൽ പിന്നെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞങ്ങളിലേക്ക്. അത് 50കളുടെ അവസാനം, 60കളുടെ ആദ്യത്തിലൊക്കെയാണ്. കെ ബാലകൃഷ്ണനാണ് അതിൻ്റെ എഡിറ്റർ. കെ ബാലകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും ഒരു ഷഡ്വിധമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൗമുദി വീക്കിലി തന്നെ വളരെ, അത് ടാബ്ലോയിഡ് സൈസ് ഉള്ള വീക്കിലി ആയിരുന്നു. അന്ന് ഇതുപോലെ 1/4 സൈസ് അല്ല, ഡെമി 1/4 സൈസ് അല്ല, ടാബ്ലോയിഡ് സൈസിലുള്ള ഒരു വീക്കിലാണ്. അത് മിക്കവാറും ബാലകൃഷ്ണന്റെ പേഴ്സണാലിറ്റിയാണ് അതിൽ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കാൻ വേണ്ടി തന്നെ വളരെ ശക്തമായ എഡിറ്റോറിയലാണ്. അദ്ദേഹത്തിൻ്റെ പല എഡിറ്റോറിയൽ എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭദ്രൻ വിമാനാപകടത്തിൽ മരിച്ചു. അതിനെക്കുറിച്ച് എഴുതിയ എഡിറ്റോറിയൽ വളരെ ഹൃദയദ്രവീകരണമായിട്ടുള്ള ഒരു എഡിറ്റോറിയലായിരുന്നു. അതുപോലെ തന്നെ അസം മരക്കാര്, അദ്ദേഹം വിമാനാപകടത്തിൽ മരിച്ചത്. അതുപോലെ കോഴിക്കോട് സ്രാങ്ക് ഒരു മുല്ലവീട്ടിൽ ആ ഒരു ഭയങ്കര പ്രമാദമായ ഒരു സംഭവം, ഇവിടെ ഈ ബീറ്റ് ഹൗസിൽ വെച്ചൊരു കൊലപാതകം ഉണ്ടായിരുന്നു. അതിൽ ഈ മുല്ലവീട്ടിൽ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ മരണത്തെ കുറിച്ച്
എഴുതി കഴിഞ്ഞപ്പോ ഇത് സാംസ്കാരിക രംഗമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ. ഞാൻ അന്ന് കൊച്ചിയിലാണ്, കോഴിക്കോട് വന്നിട്ടില്ല. അപ്പോ ആ അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഭയങ്കര പേഴ്സണൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എഡിറ്റോറിയലാണ് മുല്ലപ്പെട്ടിയിൽ അബ്ദുറഹ്മാനെ കുറിച്ച് ഭയങ്കര ശക്തമായുള്ള. അപ്പോഴാണ് ഞാൻ അത് ഈ ആരാണ് ഇയാൾ? അദ്ദേഹം സാഹിത്യകാരനല്ല, നാടകൃത്തോ അങ്ങനത്തെ ഒന്നുമില്ല, സാഹിത്യകാരന്മാരുടെ സംഗതിയായിരുന്നു അത്. എല്ലാ കോഴിക്കോടുള്ള എല്ലാ സാഹിത്യകാരന്മാര് ആയിട്ടും ബന്ധമുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പൊറ്റക്കാട്, എല്ലാവരും, എം ടി വാസുദേവൻ നായർ ആ സംഭവത്തെ കുറിച്ചൊരു കഥ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ അദ്ദേഹത്തിന്റെ ഓരോ പരസ്യവും മനോഹരമായ പരസ്യങ്ങൾ. അത് ഒരിക്കലും അദ്ദേഹം പരസ്യം ചെയ്തത് ഈ കൊല്ലത്തെ കൗമുദി വാർഷികപ്പതിപ്പ് മുഴുവൻ വിറ്റ് തീർന്നു പോയി. അതുകൊണ്ട് ഒരു കോപ്പി പോലും ഇല്ല, ഞങ്ങൾക്ക് സ്റ്റോക്ക് കോപ്പി ഇല്ല, ആരെങ്കിലും ഉണ്ടാകുന്ന ഇരട്ടി വിലക്ക് വാങ്ങിക്കൊള്ളാം. അങ്ങനെയാണ് പരസ്യം. അതുപോലെ തന്നെ അദ്ദേഹം ബ്ലാങ്ക് ചെക്ക് ചെയ്തിട്ടാണ് ബഷീറിനെ കുറിച്ച് മതിലുകൾ എഴുതിക്കുന്നത്. എന്ത് മനോഹരമായ ഒരു സൃഷ്ടിയാണത്. അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥ, ഈ ഭാർഗവ നിലയത്തിന്റെ കഥ കൊടുക്കാം, തിരക്കഥ കൊടുക്കാമെന്ന് ബാലകൃഷ്ണനോട് ബഷീർ പറഞ്ഞിരുന്നു. പക്ഷെ അത് സിനിമ ആകില്ലേ, അതാണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഒരു ഹോട്ടലിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ട് എഴുതിച്ചതാണ് മതിലുകൾ. അങ്ങനെ ഒരു ബ്ലാങ്ക് ചെക്ക് ചെയ്ത് കൊടുത്ത് എന്ത് വേണമെങ്കിലും എഴുതിക്കൊണ്ടാണ്. ബഷീർ പറഞ്ഞ ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ മതിലുകൾ എന്ത് മനോഹരമായ ഒരു സൃഷ്ടിയാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ അന്ന് ഇന്നത്തെ പോലെ ആകർഷകമൊന്നുമില്ല. അന്നത്തെ കൗമുദി ഈ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഇതൊക്കെ നല്ല കളർഫുള്ളാണ്, കളർ പ്രിന്റിംഗ് ആണ്, ഓഫ്സെറ്റ് വർക്കാണ്, എല്ലാം. അന്ന് അതൊന്നുമില്ല. അന്ന് ആർട്ടിസ്റ്റ് VM ബാലന്റെ ചിത്രങ്ങളാണ്. അന്ന് അതാണ് ആഘോഷിക്കുന്നത്. അതില് മാതൃഭൂമിയൊക്കെ ആണെങ്കിൽ മാതൃഭൂമിയില് മിക്കവാറും NV ദേവനൊക്കെയാണ് വരക്കണത്. പിന്നീടാണ് നമ്പൂരിയൊക്കെ വരുന്നത്. നമ്പൂരിക്ക് മുമ്പ് ബഷീറിന്റെ ഇത് ആനവാരിയുമ്പോ കുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ തുടങ്ങിയ സത്യ നോവലാണ്, ചെറിയ ചെറിയ നോവല്. അതെല്ലാം ഇതിലാണ്, മിക്കവാറും ഇതിലാണ് വന്നത്. ഉമ്മാച്ചു മാതൃഭൂമിയില വന്നത്. അങ്ങനെയുള്ള അപ്പോ ഞാൻ ആ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നു പോയതാണ്. കാരണം ഞാൻ ആ വാർഷിക പതിപ്പുകള് വായിച്ചു വളർന്ന ഒരാളാണ്. പിന്നീട് എന്നിൽ ഇത്തരം ഇതിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് എന്റേതായിട്ടുള്ള ഭാവനയും എന്റേതായിട്ടുള്ള ഭാവുകത്വവും എല്ലാം കൂടി കലർന്നാൽ വേറൊരു രൂപത്തിലായി. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് കഥകൾ ഏതായാലും കൊടുക്കും, കുറെ കഥകൾ കൊടുക്കും. കാരണം എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് ആളുകളുടെ, എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന ആളുകളുടെയും ഒക്കെ കഥകൾ ഉണ്ടാവും അതിൽ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ചില കണ്ടന്റ് വേണം. പുതിയതിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പോ മാധ്യമം ആരംഭിച്ചത്, മാധ്യമം ദിനപത്രം അത് ആരംഭിച്ചത് 1987 87. അതിന്റെ അടുത്ത വർഷം ഒരു വാർഷികപ്പതിപ്പ് ഇറക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്നോട് ഒന്നാണ്ട് ഡിമാൻഡാണ് ഉള്ളത് അവർക്ക്. അവർ പറഞ്ഞ് നമ്പൂതിരി വരക്കണം, അല്ലെങ്കിൽ NV ദേവൻ വരക്കണം. അങ്ങനെ ഞാൻ അന്ന് നമ്പൂതിരി ഈ കലാകൗമുദിക്ക് വേണ്ടി വരയ്ക്കുന്ന സമയമാണ്. എന്നിട്ടും എനിക്ക് വരച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എൻ്റെ ഇതിലെ കഥകൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റി. ആ തുടക്കത്തിൽ ഫസ്റ്റ് ഇഷ്യൂയിൽ തന്നെ, ആദ്യത്തെ പതിപ്പിൽ തന്നെ ഈ നമ്പൂതിരിയുടെ ചിത്രങ്ങൾ, അത് നല്ല നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്. പിന്നെ ഞാൻ ചിന്തിച്ചത്
പുതിയൊരു സബ്ജക്റ്റ് വേണം എന്തെങ്കിലും. അത് എപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ പുതിയതിനെ കുറിച്ചുള്ള അന്വേഷണം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിപ്പോ എന്തെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും ഒക്കെ തന്നെ പുതിയത് ആരും ചെയ്യാത്തത് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ട് മനസ്സിൽ. അതാണ് ഒരു എഡിറ്ററുടെ പിന്നെ ഒരു ലിറ്റററി എഡിറ്ററുടെ ഒരു ക്രിയാത്മകത അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറഞ്ഞാൽ അതാണ് പുതിയതിന് വേണ്ടിയുള്ള അന്വേഷണം. അപ്പൊ ഞാൻ ആലോചിച്ചത് ഈ പിന്നെ വീക്കിലികളിലൊക്കെ കഥകളൊക്കെ വായിക്കുന്ന ആളുകളെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. പത്മനാഭൻ ആരാണ്, ബഷീർ ആരാണ്, MT ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. അവരുടെ കഥകൾക്ക് ചിത്രങ്ങൾ നൽകുന്ന ആർട്ടിസ്റ്റുകൾ ആർക്കും അറിയില്ല. ഇപ്പോ നമ്പൂതിരി ആരാണ്, അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ AS നായരായത് മിക്കവാറും ഈ പിന്നെ ഈ ഭുജങ്കയ്യന്റെ അതുപോലത്തുള്ള വളരെ ക്ലാസിക് നോവലുകൾക്ക് ചിത്രങ്ങൾ വരച്ചിരുന്നത് AS നായരാണ്. ഈ AS നായർ ആരാന്ന് ആർക്കും അറിയില്ല. AS നായർ ആരാണ്. അപ്പോ ഞാൻ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോ പിന്നെ നോക്കിയപ്പോ ചന്ദ്രശേഖരൻ ഇപ്പോഴും അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം വരക്കുന്നത് സമകാലിക മലയാളത്തിലാണ്. ബെസ്റ്റ് ആർട്ടിസ്റ്റാണ്, ഇല്ലുസ്ട്രേഷൻ ആർട്ടിസ്റ്റ്. അന്ന് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ചിത്രങ്ങൾ വരക്കാൻ, കുറച്ച് ആളുകളേ ഉള്ളൂ. അവരെ കുറിച്ച് ഞാൻ ഒരു നല്ലൊരു ഇത് ഉണ്ടാക്കി. പിന്നെ ഈ റിവ്യൂ, ഒരു ഫീച്ചർ അവരെ കുറിച്ചല്ല, അവരുടെ ജീവിതം, അവരെങ്ങനെ വരക്കുന്നു, എങ്ങനെ കാണുന്നു, അവരുടെ ചിത്രങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഇതെല്ലാം ചെറുതാണെങ്കിലും അവരെ കുറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന കുറെ കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റും. അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം രേഖാചിത്രകല, ഇല്ലസ്ട്രേഷൻ എന്നുള്ളത് എനിക്ക് തോന്നാണ് മലയാളത്തിൽ ഡെവലപ്പ് ചെയ്ത പോലെ വേറെ എങ്ങും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിനുശേഷം വന്നവരാണ് ഇപ്പൊ ഷെരീഫിനെ പോലുള്ള ഷെരീഫ്, സഗീർ, സുനിൽ, അശോകവനം തുടങ്ങിയ പല ആളുകളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ അതിനുശേഷം വളർന്നു വന്നവരോ ആയതുകൊണ്ടാണ് അവർക്ക്. അല്ലെങ്കിൽ അവരും വരുമായിരുന്നു. അതിനുശേഷം ഈ ഇല്ലസ്ട്രേഷനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള പഠനങ്ങളോ അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആ കാലത്ത്. ആ സമയത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ രണ്ട് സംഗതികൾ, നമ്പൂതിരിയുടെ ഇതും പിന്നെ ഈ ഇല്ലസ്ട്രേഷൻ ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള ഇതും, പിന്നെ ആ സമയത്ത് എല്ലാ പ്രമുഖരായിട്ടുള്ള എല്ലാ കഥാകൃത്തുക്കളുടെയും കഥകളും ഒക്കെ ആയിട്ട് മാധ്യമത്തിന്റെ ആദ്യത്തെ വാർഷികപ്പതിപ്പ് വിപണിയിൽ വന്നപ്പോൾ അത് വലിയൊരു ചലനം തന്നെ ഉണ്ടാക്കി. കാരണം സാംസ്കാരിക രംഗം ഈ ഒരു പത്രത്തെ പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് വെറും ഒരു ദിനപത്രം മാത്രമല്ല, ആ ദിനപത്രം മുന്നോട്ട് വെക്കുന്ന ചില സാംസ്കാരികമായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുണ്ട്. അങ്ങനെ ആണ് അവർക്ക് വീക്കിലേക്ക് തുടങ്ങാനുള്ള പ്രേരണ ഉണ്ടായത്. അതുകൊണ്ടാണ്. കാരണം സാംസ്കാരിക രംഗത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ വാർഷികപ്പതിപ്പ് ഉണ്ട്. പിന്നീട് ഇറങ്ങിയ ഓരോ വാർഷികപ്പതിപ്പിലും പുതുമയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതൊക്കെ മിക്കവാറും അത് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ കയ്യിൽ മാത്രമില്ല. സെക്കൻഡ് ഇതില് ഞാൻ പിന്നെ അതിൽ അവതരിപ്പിച്ചത് ഒരു മൂല്യങ്ങളെ കുറിച്ചുള്ള മാനുഷിക മൂല്യങ്ങൾ, ശാശ്വത മൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അതിനെക്കുറിച്ച് ആത്മീയമായ ലേഖനങ്ങളാണ്. അത് നിത്യചൈതന്യ മുതലുള്ള ആളുകളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ പിന്നെ ഫിക്ഷൻ മാത്രമല്ല, കഥകൾ മാത്രമല്ല, ഇത്തരം ഉന്നതമായ വൈജ്ഞാനിക മൂല്യമുള്ള ലേഖനങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. വേറൊരിക്കൽ ഞാൻ വേറൊരിക്കൽ അവതരിപ്പിച്ചത് പിന്നെ ഇതാണ്, ഈ വിപ്ലവത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയ ആളുകൾ പിന്നീട് ആത്മീയതയിലേക്ക് വന്നു. എന്താണ് അവർ അതിന് പ്രേരിപ്പിക്കുന്നത്? അത് നല്ലൊരു ഫീച്ചറായിരുന്നു. അതുപോലെ തന്നെ
ഇമ്മീഡിയറ്റ് ഡെത്ത് എന്ന് പറയണം. അതായത് ഈ മരണത്തോട് മുഖാമുഖം കണ്ടിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ചില ആളുകളെ കുറിച്ചുള്ള അത് NP ഹാഫിസ് മുഹമ്മദാണ് അത് ചെയ്തത്. ഞാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് ചെയ്താണ്. നല്ലൊരു ഫീച്ചറായിരുന്നു അത്. മരണത്തോട് മുഖം കണ്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു, മരണം എങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു വിജയം ആ പത്ര പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ പത്രസ്ഥാപനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് മാധ്യമത്തിൽ നിന്ന് വന്നതിന് ശേഷം, അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം പിന്നെ തേജസ്സിൽ വന്നു. തേജസ്സിലും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ആ നിലയ്ക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇത്തരം വാർഷികപ്പതിപ്പുകൾ അല്ലെങ്കിൽ ഓണപ്പതിപ്പ് പ്രത്യേക പതിപ്പുകൾ ഇറക്കിയിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ ഞാനായിരിക്കും. മണർകാട് മാത്യു ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മലയാള മനോരമയിലുണ്ടായിരുന്ന ആളാണ്, എൻ്റെ സുഹൃത്താണ്. വേറൊരു ഒരിക്കൽ ഞാനങ്ങനെ പുതിയത് വേണം, പുതിയ എന്തെങ്കിലും ആളുകൾക്ക് കൊടുക്കണം, പുതിയത് വായനക്കാരൻ അവന് ആഗ്രഹിക്കുന്നതല്ല, അവനെ കൾട്ടിവേറ്റ് ചെയ്യുക, അവനെ സൃഷ്ടിക്കുക, പുതിയൊരു വായനാ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോ ഇതിന്റെ 10ാമത്തെ വാർഷികമാണ് ഈ മാധ്യമത്തിൻ്റെ. അപ്പോ ഞാൻ ആലോചിച്ചത് കാർട്ടൂണ് ഇന്ത്യൻ കാർട്ടൂണിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള മലയാളികളാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കർ ബംഗാളിലെ ഏറ്റവും പ്രമുഖനായ കാർട്ടൂണിസ്റ്റായിരുന്നു. കുട്ടി എന്ന് വിളിക്കണം, ചങ്ങലക്കുട്ടി എന്ന ആളുടെ പേര്. അദ്ദേഹം ഒ ബി വിജയൻ കാർട്ടൂണിന്റെ ലാംഗ്വേജ് തന്നെ മാറ്റിമറിച്ച ആളാണ്. അതുപോലെ ഇപ്പിയുണ്ണിയാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റ്. അങ്ങനെയുള്ള ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ, പിന്നെ അബു എബ്രഹാം, പിന്നെ കേരളവർമ്മ കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ജയിലിൽ പോയുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ സാമുവൽ എന്ന് പറഞ്ഞ ഒരാളാണ് പോക്കറ്റ് കാർട്ടൂൺ കൊണ്ടുവന്നത്. ഇവരെയൊക്കെ അവരുടെ വീടുകളിൽ പോയി കണ്ടുപിടിച്ച് അവരെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടത്തി കാർട്ടൂൺ കല എന്താണെന്നും കാർട്ടൂണിനെ കുറിച്ച് ഇവർക്കുള്ള പറയാനുള്ള എന്താണെന്നും ഒക്കെയുള്ള ഒരു അന്വേഷണം നടത്തി. അപ്പൊ അതിന് മുമ്പ് ഇത്രയും വിശാലമായി ഒരു അന്വേഷണം ഇവരെ കുറിച്ച് മലയാള പത്രങ്ങൾക്ക് ഒന്നിലും വന്നിട്ടില്ല. ഈ കാർട്ടൂൺ ഇപ്പോഴും കാർട്ടൂൺ കലയുടെ നമുക്ക് കേരളത്തിലെ കാർട്ടൂൺ കല പറഞ്ഞിട്ട് 100 വർഷം വേണം. അതിനെ കുറിച്ചുള്ള അന്വേഷണം ആരും നടത്തിയിരുന്നില്ല ആ സമയത്ത്. ഞാനത് പിന്നീട് ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. ഇതെല്ലാം കൂടി കമ്പയർ ചെയ്ത് ഞാൻ തന്നെ പോയതാണ്. ഇപ്പൊ ആളുകളൊക്കെ അന്വേഷിച്ച് ഞാൻ തന്നെ സംസാരിച്ച് എഴുതിയാണ്. കാരണം ഈ ആളുകളൊക്കെ ഇപ്പൊ അന്ന് കുട്ടി എല്ലാം മിക്കവാറും ആളുകളുടെ അരികിലുണ്ട്. ഇപ്പൊ ഈ സാമുവൽ എന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റ്, ബോക്സ് കാർട്ടൂണിസ്റ്റ് സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇന്നിപ്പോ എല്ലാ പത്രങ്ങൾക്കും ബോക്സ് കാർട്ടൂൺ ഉണ്ട്. അവിടെ പിന്നെ ഉണ്ടല്ലോ കുഞ്ചുകുറിപ്പൊക്കെ പോലത്തെ. അപ്പോ അദ്ദേഹം ഡൽഹിയിലെ ഏതോ ഒരു ഓണംകേറ മൂലയിലായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ഹോമിയോ ഡോക്ടറായിട്ട് എല്ലാ കാർട്ടൂണും കലയും എല്ലാം അവസാനിപ്പിച്ച് അവിടെ ദുഷ്ടമ ജീവിതം നയിക്കാറ്. അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി, എന്നെ ഒരാൾ അന്വേഷിച്ച് വന്നതെന്നാണ്. അതുപോലെ തന്നെ കേരളവർമ്മ വലിയൊരു കാർട്ടൂണിസ്റ്റായിരുന്നു. അയാള് തൃപ്പൂണിത്തുറക്കാരനാണ്. അയാളെ ഞാൻ എറണാകുളം പ്രസ് ക്ലബിൽ ചെന്നിട്ട് ഒറ്റ ആൾക്കാരെ കുറിച്ച് അറിയില്ല. കേരളവർമ്മ എന്ന് പറഞ്ഞ ആളെ പറ്റി അവർ കേട്ടിട്ടേ ഇല്ല. ഞാൻ പിന്നെ എങ്ങനെയോ അയാളുടെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ചെവിയും കേൾക്കില്ല, വളരെ ഉച്ചത്തിൽ സംസാരിക്കണം അദ്ദേഹം മരിച്ചുപോയി. ഈ കുട്ടി എന്ന് പറഞ്ഞ ആള് കാർട്ടൂണിസ്റ്റ്. അദ്ദേഹം ബംഗാളിലെ വളരെ അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റാണ്. അതുപോലെ അജിത് നൈനാനി, രവിശങ്കർ, ഇങ്ങനെ എല്ലാ ആളുകളെയും പോയി കണ്ട്. ഒ വി വിജയനാണ് സെക്കന്ദരാബാദാണ്, അദ്ദേഹത്തെ അവിടെ പോയി കണ്ട്. അങ്ങനെ
അത് അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാവുന്ന പിന്നീട് ഞാനത് മാതൃഭൂമി കാര്യം പബ്ലിഷ് ചെയ്ത് സത്യം പറയുന്ന നുണയന്മാർ എന്നുള്ള പേരിലാണ് അത് പബ്ലിഷ് ചെയ്തത്. സത്യം പറയുന്നത്. പക്ഷെ ആ പേര് ആകർഷകമാണ്, ആളുകൾക്ക് മനസ്സിലായില്ല എന്താണ് അതിൽ പറയുന്നത്. അപ്പോ അത് അങ്ങനെ അധികം വിറ്റുപോയില്ല. ഇനിയിപ്പോ അത് ശരിയായ പേരിൽ ഇറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് കാർട്ടൂണിസ്റ്റ് കല, അതിന് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, കേരളത്തിന്റെ സംഭാവന എന്താണ്, അത് ആളുകൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതൊരു പുസ്തകമായിട്ട് ഇപ്പോഴും അങ്ങനെയുള്ള പുസ്തകമൊന്നും ഇല്ല. ഒരു പാഠ്യവിഷയമാണ്. കാരണം ഇപ്പൊ കാർട്ടൂൺ അക്കാദമി ഒക്കെ ഉണ്ട്. അവർക്ക് എന്തായിരുന്നു എന്നുള്ള സഞ്ജയനാണ് ആദ്യമായിട്ട്, ഒരു ബി ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് പിന്നെ ഇത് കൊണ്ടുവരുന്നത്. സഞ്ജയന്റെ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ പോലീസിനെ തേജസ്സിലാൻ വന്നതിന് ശേഷം പോലീസിനെ കുറിച്ചുള്ള ഒരു ആണ്. അതിപ്പോ എല്ലാവർക്കും വേണം ആ കോപ്പി. പോലീസിനെ കുറിച്ച് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പോലീസ് മനുഷ്യന്റെ ജീവിതമായിട്ട് ഇടവഴിക്കൊണ്ടിരിക്കുന്ന ആളാണ്, നിത്യമായിട്ട് ആ പോലീസിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും സാധാരണക്കാർക്ക് അറിയാത്തതുണ്ട്. അവരെ ഒരൊറ്റ പുസ്തകത്തിൽ കിട്ടുക, അവരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു സംഭവമല്ല. ഞാൻ ആ രീതിയിലാണ് എൻ്റെ ചിന്ത പോകുന്നത്. വായനക്കാരൻ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, അത് ആ രീതിയിൽ ചിന്തിച്ചിട്ട് അതനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ ഒരുക്കേണ്ടത്. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ആ ഒരു പ്രത്യേക രീതിയിലാണ് അത് ചിന്തിച്ചതും അത് പ്രാവർത്തികമാക്കിയതും. 55 വർഷം ഞാൻ പത്രപ്രവർത്തന രംഗത്തുണ്ടായി. ഏറ്റവും കൂടുതൽ കാലമാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ പത്രപ്രവർത്തന രംഗത്തിന്റെ ഈ അച്ചുവർക്ക് വെച്ചിരുന്ന കാലം തൊട്ടുള്ള അതിൻ്റെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് അതൊക്കെ നമ്മളിൽ കൂടെ കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പൊ ഇത് ഏത് വേണമെങ്കിൽ കളർ മാറ്റാം, എങ്ങനെ ലേഔട്ട് മാറ്റാം, എന്തും തൊട്ട് ചെയ്യാൻ പറ്റുന്ന. പണ്ട് അങ്ങനെയല്ല. ഞാൻ ഈ ലീറ്റേഴ്സ് 80കളിൽ വരെയല്ലേ ലീറ്റേഴ്സിൽ വ്യത്യസ്തമായിട്ട് എങ്ങനെ ഫീച്ചർ ചെയ്യണം. അപ്പൊ നല്ല ചിത്രങ്ങൾ കൊടുക്കണം. ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ പഴയ രീതിയിലുള്ള ഈ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അത് തന്നെ ഇങ്ങനെ ദൃശ്യഭംഗിയോടുകൂടി അവതരിപ്പിക്കണം. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ചിന്ത. ഒരിക്കലും MP മുഹമ്മദുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അപ്പോ വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ കാര്യമില്ലല്ലോ. ഞാൻ ഒരു ഫോട്ടോ തന്നെ 2-3 തരത്തിൽ പല സൈസിൽ എടുത്തിട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് വിഷ്വൽ സെൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷ്വൽ സെൻസ് എനിക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് കുറെ ഫോട്ടോഗ്രാഫേഴ്സ് പിൽക്കാലത്ത് പ്രശസ്തരായിത്തീർന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ്, ചിത്രകാരന്മാര്, ഇവരൊക്കെ രംഗത്ത് കൊണ്ടുവരാൻ പറ്റി. ഇപ്പൊ റസാഖ് കോട്ടക്കൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റിയത് വലിയൊരു കാരണം. അന്ന് ആദ്യത്തെ വാർഷിപ്പില് ഞാൻ ബഷീർ ഫോട്ടോ എസ്സേ എന്ന് പറഞ്ഞൊരു 5-6 പേജിലായിട്ട് ബഷീറിന്റെ പല ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളൊക്കെ അങ്ങനെ വെച്ചിട്ട് ഒരു അപ്പോ അന്ന് റസാഖിനോട് ചോദിച്ചു ഫോട്ടോ എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എസ്സേ എഴുതേണ്ടതിന് വരും ഫോട്ടോ കൊണ്ട് നിങ്ങൾ ഒരു എസ്സേ അത് എഴുതിയ പോലെ പ്രതീതി ഉണ്ടാക്കണം. അങ്ങനെ ഒരു 3-4 റോള്, അന്ന് റോള് എക്സ്പോസ് ചെയ്തിട്ടാണ് റസാഖ് അത് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ഇതിനുള്ള പ്രതിഫലം തരാൻ പറ്റൂല കേട്ടോ, മാനേജ്മെന്റ് സമ്മതിക്കൂല. അത് സാരമില്ല, അതാ മുതലാക്കിക്കൊള്ളാന്ന്. അതുപോലെ തന്നെ റസാഖ് പിന്നീട് ബഷീറിന്റെ എക്സിബിഷനൊക്കെ നടത്തി. അത് ആൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഇതിൽ കൂടിയിട്ടാണ്. അദ്ദേഹം മരണപ്പെട്ടില്ലല്ലേ? അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ
അബുൽ കലാം ആസാദ്. അദ്ദേഹം പിന്നെ PTIയിൽ പിന്നെ ഫോട്ടോഗ്രാഫറായി. ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഞാനാണ് പബ്ലിഷ്. അജീബ് കോമാച്ചി, അങ്ങനെ കുറെ ആളുകൾ. അതുപോലെ തന്നെ ചിത്രകാരന്മാര്, ആദ്യകാലത്ത് വരച്ച ആളുകൾ, പല ആളുകൾ. ഷഹീറൊക്കെ ആദ്യമായിട്ട് ചിത്രം വരക്കണം എനിക്ക് വേണ്ടിയിട്ട്. ഷഹീർ, സുനിൽ അശോകൻ, കുറെ ചിത്രം. വളർച്ചയിലേക്ക് ഒരു പുതിയ സംഗതി ഇട്ടുകൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ അതെ അതെ, അത് നമ്മളാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ലേ. അതുപോലെ പുതിയ എഴുത്തുകാര് പിന്നെ ഷിയാബുദ്ദീൻ പൊയ്ത്തുകളൊക്കെ എഴുതി തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് കഥ ചോദിച്ച് വാങ്ങിയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തത്. എനിക്കറിയാം അദ്ദേഹം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണെന്ന് അറിയാം. അപ്പോ അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചിട്ട് വാങ്ങും. ഞാൻ കോഴിക്കോട് വരുന്നത് ലീഗ് ടൈംസ് പത്രത്തിന്റെ ഒരു എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ എന്നുള്ള ഇലക്കാണ് വരുന്നത്. അപ്പോ അതില് അവരുടെ ഈ സാംസ്കാരിക കാര്യങ്ങളൊക്കെ അതൊരു ഫ്രൈഡേ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ വെള്ളിയാഴ്ച, മറ്റുള്ളവർ ഞായറാഴ്ച പതിപ്പിറക്കുന്ന സമയത്ത് അവർ വെള്ളിയാഴ്ച നടക്കുന്നത്. ആ വെള്ളിയാഴ്ചയിൽ കുറെ കഥയും കവിതയും സാഹിത്യ ലേഖനങ്ങളും സാഹിത്യകാരന്മാരും പരിചയപ്പെടുത്തലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ വന്ന സമയം തൊട്ട് തന്നെ ഞാൻ മലബാറിലെ ഒരു കാലത്ത് സജീവമായിരുന്ന ആളുകൾ പിന്നീട് സജീവമല്ലാതെ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്നുള്ള ചിന്ത എനിക്ക് വന്നു. അങ്ങനെ പല ആളുകളെയും ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. കാരണം ഒന്ന് പിന്നെ SV ഉസ്മാൻ എന്ന് പറഞ്ഞ ആളുകൾ കവിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ ചെന്നാലും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വാക്കല്ല, അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം പിന്നെ PT അബ്ദുറഹ്മാൻ വളരെ വളരെ സരസമാണ്. ഒരു പിന്നെ ഒന്നാമത് ബഷീറുമായിട്ടുള്ള അടുപ്പം, ബഷീറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു PTക്ക്. അപ്പോ അദ്ദേഹത്തിന്റെ കവിതകളും മാപ്പിളപ്പാട്ടുകളും ഇപ്പൊ പിന്നെ നോമ്പ് കാലം വരുമ്പോ 30 നോമ്പിനെ കുറിച്ചുള്ള 30 പാട്ടുകളുമായിട്ട് വരുന്നത്. 30 പാട്ടുകളും 30 ദിവസമായിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അത്രയും പിന്നെ ക്രിയാത്മകത ഉള്ള ഒരാളായിരുന്നു PT അബ്ദുറഹ്മാൻ. വളരെ അദ്ദേഹത്തിന്റെ പ്രിയങ്കര എന്ന് വിളിച്ചുകൊണ്ടുള്ള കത്തുകളുടെ തുടക്കം, എപ്പോഴും ഏത് കത്തും പ്രിയങ്കര എന്ന് വിളിച്ചുകൊണ്ടല്ലാതെ PTക്ക് എഴുതാൻ പറ്റില്ല. പ്രിയങ്കര എന്നുള്ളത്. അപ്പോ ബഷീറുമായിട്ട് ബഷീറിന്റെ ബേപ്പൂര് വരുമ്പോഴൊക്കെ ഞങ്ങളവിടെ കാണും. കാരണം ബഷീറും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് പിതൃപുത്ര നിർവിശേഷമായിട്ടുള്ള ഒരു ബന്ധം. കാരണം എൻ്റെ പിതാവും ബഷീറും ഒരു കാലത്ത് വളരെ ഒന്നിച്ച് ജയിലിൽ കിടന്നവരും അവര് ഒന്നിച്ച് പത്രം നടത്തിയിരുന്നവരും. PA സൈനുദ്ദീനേന എൻ്റെ പിതാവ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ എപ്പോഴും പോകും. പിന്നെ PTയും വരും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുപ്പായി. പിന്നെ ഞാൻ എല്ലാ പത്രത്തിലും ഞാൻ എഴുതും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം നീലവെളിച്ചം നീലക്കണ്ണൻ എന്തോ ആണ് എൻ്റെ പേര്. അതിന്റെ റിലീസിങ് വടകരയിൽ വെച്ച് നടക്കുന്നു. അപ്പോ ഞാൻ ഈ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരാളാണ്. ഒന്നാമത് എന്നെ കൊണ്ട് അതിന് പറ്റില്ല, ഞാൻ അതിന് കഴിവുള്ള ആളല്ല. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. അതിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ, CH മുഹമ്മദ് കോയ, VT കുമാരൻ മാഷി, VT മുരളിയുടെ അച്ഛനാണ് VT കുമാരൻ മാഷി. ഇങ്ങനെയുള്ള ആളുകളാണ്. അവിടെ പോയിട്ട് ഞാനെന്ത് പറയാനാണ്? എങ്കിലും നിങ്ങൾ വേണം നിർബന്ധമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത്. അദ്ദേഹത്തിന് എല്ലാത്തരം കവിതകളും പാട്ടുകളും ഒക്കെ എഴുതാൻ കഴിവുള്ള ഒരാളായിരുന്നു PT. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഞാൻ വല്ലപ്പോഴും ഒക്കെ പാട്ടുകളൊക്കെ എഴുതുന്ന ഒരാളാണ്. ഞാൻ പ്രവാചകനെ കുറിച്ചുള്ള ഒരു 10 പാട്ടുകളുടെ ഒരു സംഗീതിയാണ്. ആ വിഷയം മാത്രമുള്ളതിൽ പ്രവാചകന്റെ ജന്മം മുതൽ പിന്നെ കഅബ പ്രവേശം വരെയുള്ള കാലഘട്ടത്തിലെ 10 തിരഞ്ഞെടുത്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പാട്ടുകളാണ്.
അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ആ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങാറ്. അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ് ആ പാട്ടുകൾ. വലിയൊരു കോംപ്ലിമെന്റ്സ് അല്ലേ, കാരണം എന്നെക്കാളും അറിയപ്പെടുന്ന ഒരു കവിയാണ് അദ്ദേഹം. പോത്തുപള്ളിയിലെ അതുപോലത്തെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള നിരവധി പാട്ടുകളൊക്കെ എഴുതാൻ ഞാൻ അത്ര ഒന്നുമില്ല, വളരെ അപൂർവമായിട്ടൊക്കെ ഞാൻ എഴുതിയിരുന്നു. ഒരു പാട്ട് എഴുതുകാരനൊന്നുമില്ല, എങ്കിലും ഞാൻ 1-2 സിനിമയിലും നാടകത്തിലും അല്ലാതെ ഒക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. രാഘവൻ മാഷ് ട്യൂൺ ചെയ്ത പാട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട്. കാരണം എനിക്ക് സംഗീതത്തോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ പാട്ടുകൾ എഴുതുന്നത്. അപ്പോൾ ഈ അംഗീകരിക്കപ്പെട്ട കവികൾ തന്നെ നമ്മളോട് നല്ലൊരു വാക്ക് പറയുമ്പോൾ അതൊരു വലിയൊരു കോംപ്ലിമെന്റ്സ് ആണ്. അത് ആ ഒരു ഹൃദയബന്ധം ഞങ്ങൾ അങ്ങേയറ്റം സൂക്ഷിച്ചിരുന്നു. 979 ആണ് ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെടുന്നത്. തളിരിട്ടകിനാക്കൾ, ആ സിനിമയുടെ കഥയും തിരക്കഥയും ഗാനങ്ങൾ ഞാനും ഭാസ്കര മാഷും കൂടി ആക്കിയത്. 2 പാട്ടുകൾ ഭാസ്കര മാഷ് എഴുതി, 2 പാട്ടുകൾ ഞാൻ എഴുതി. അതിലാണ് അതിൽ ജാനകി പാടിയ ഒരു പാട്ടുണ്ട്, എൻ മൂക്കവിഷാദം ആരറിയാം. ആ പാട്ട് വളരെ ഹിറ്റായി. കഥയും തിരക്കഥ എല്ലാം ഞാൻ തന്നെ എന്റെ തളിരിട്ട പി ഗോപകുമാർ എന്ന് പറഞ്ഞ ആളാണ് സംവിധാനം. അദ്ദേഹം ഈ അടുത്താ മരിച്ചു, കഴിഞ്ഞ കൊല്ലം അദ്ദേഹം മരിച്ചു. അതിന് മ്യൂസിക് ചെയ്ത ജിത്തിൻ ശ്യാം എന്ന് പറഞ്ഞ ആളാണ്. അയാള് ബോംബെയിലെ മ്യൂസിക് ഡയറക്ടർ, മലയാളം ഹിന്ദി പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലാണ് മുഹമ്മദ് റാഫി ആദ്യമായിട്ട് പാടുന്നത്. പക്ഷെ മുഹമ്മദ് റാഫി എന്ത് ശ്രമിച്ചിട്ടും അദ്ദേഹം മലയാളത്തിൽ പാടാൻ തയ്യാറായില്ല. അത് കുറെ കൂടി പഠിച്ചാലേ മലയാളം ശരിക്കും പാടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഹിന്ദി പാട്ട്, എന്നാ പിന്നെ ഒരു ഹിന്ദി പാട്ട് കേടാൻ പറഞ്ഞു. എന്നെ ഹിന്ദി പാട്ട് റെക്കോർഡ് ചെയ്ത് അത് റാഫി സാഹിബിനെ കൊണ്ട് പാടിച്ചു. അങ്ങനെയാണ് ആ തളിരിട്ടകിനാക്കളിലെ പിന്നെ ഷബാബിലേക്കേതോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് റാഫി സാഹിബിന്റെ പാടി തന്ന അതൊരു അപൂർവ സംഗതിയാണ്. ഞങ്ങളിപ്പോ സിനിമ, നാടകം, സംഗീതം, അതേപോലെ താങ്കളുടെ പല രചനകളും സംഗീതത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തെ കുറിച്ച്, റാഫിയെ കുറിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? 5-6 പുസ്തകങ്ങൾ ഞാൻ സംഗീതത്തെ കുറിച്ച് എഴുതി. ഇപ്പൊ ബാബുരാജിനെ കുറിച്ചുള്ള ഒരു പുസ്തകം അത് ഞാനാണ് എഡിറ്റ് ചെയ്ത്. അതിന്റെ ആന്തോളജിയാണ് അത്. കാരണം ബാബുരാജിനെ കുറിച്ച് പിന്നെ അദ്ദേഹത്തോട് ഇടപെട്ട് പഠിക്കട്ടുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകര്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങള് ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ആദ്യത്തെ അത് വടേരി ഹസൻ എന്ന ഇവിടുത്തെ സാംസ്കാരിക പ്രസിദ്ധി ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം കച്ചവടക്കാരനാണ്, അതേസമയത്ത് ഇത്തരം കാര്യങ്ങൾ. ബാബുരാജൻ എന്ന് പറഞ്ഞ വലിയ ആരാധകനാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് അത് എഡിറ്റ് ചെയ്തത്. ആ പുസ്തകമാണ് ശരിക്കും ബാബുരാജിനെ മറവിൽ നിന്ന് വീണ്ടെടുത്തത്. അത് വന്നതിന് ശേഷമാണ് ഈ പിന്നെ ബാബുരാജ് അക്കാദമി വന്നു, ബാബുരാജ് നൈറ്റുകൾ വന്നു, ബാബുരാജ് പുരസ്കാരങ്ങൾ വന്നു, ഒക്കെ വന്നത് ഈ പുസ്തകം വന്നപ്പോഴാണ് ആളുകൾ അദ്ദേഹം ചില്ലറക്കാരനല്ല, അദ്ദേഹം ഓർമ്മിക്കപ്പെടേണ്ട ആളാണ് എന്നുള്ളത് ഇപ്പോഴും വരുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഗാനം എഴുതി, അതിപ്പോ വിഷ്വലൈസ് ചെയ്തിട്ട് ഇറക്കാൻ ഞാനും രാജു എല്ലാം കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കമ്പോസിങ് മറ്റേ ചെയ്യുന്നത് ഡോക്ടർ ഷക്കീലാണ്. ഞാൻ 5-6 പുസ്തകങ്ങള് പിന്നെ സംഗീത ലതാ മങ്കേഷ്കറെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്. മെലഡി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. മെലഡി അത് ഹിന്ദി സംഗീതത്തിലെ പഴയ ഗായകര്, കമ്പോസേഴ്സ്, സംഗീത ശില്പികൾ, ഇവരെ കുറിച്ചുള്ള പുസ്തകം 10-45 ആളുകളെ പറ്റിയുണ്ട്. അതുപോലെ ഹിന്ദുസ്ഥാനി ഈ ക്ലാസിക്കലിലെ ഉസ്താദന്മാർ, ഗുരുവര്യന്മാർ, അവരെ കുറിച്ചുള്ള പുസ്തകമുണ്ട്. താൻസൻ മുതൽ സക്കീർ ഹുസൈൻ വരെ. അങ്ങനെ ഇപ്പൊ റാഫിയെ കുറിച്ചുള്ള ഒരു പുസ്തകം, അത് ഇപ്പൊ ഉടനെ മാതൃഭൂമി പബ്ലിഷ് ചെയ്യും. മുഹമ്മദ് റാഫി ഗായകരുടെ ഗായകൻ എന്നുള്ള പുസ്തകം, അത് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോവലിന്റെ വർക്കിലാണ്.
അതോടൊപ്പം തന്നെ ആരെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ടുള്ള പുസ്തകമായിട്ട് വരും, അപ്പൊ അത് ചെയ്യും. വെറുതെ ഇരിക്കണില്ല, ഐഡലായിട്ടിരിക്കണില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മരണം വരെ പ്രവർത്തിച്ച് നമുക്ക് കഴിയുന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് ആദ്യകാലത്ത് സംഗമം തിയേറ്റേഴ്സ് തുടങ്ങിയത് 10 പേര് കൂടിയാണ്. KT മുഹമ്മദ്, പിന്നെ വിക്രമൻ നായർ, വിൽസൺ സാമുവല്, പിന്നെ താജ്, PM താജിന്റെ പിതാവ് ആലിക്കോയ, പിന്നെ എൻ്റെ ഫാദറിനോ, എൻ്റെ പിന്നെ ഭാര്യയുടെ അത് AM കോയ, ആർട്ടിസ്റ്റ് AM കോയ. അദ്ദേഹം സ്റ്റേജ് നടനും ആർട്ടിസ്റ്റുമായിരുന്നു, ചിത്രകാരനായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് വരാൻ കാരണം അതാണ്. അവരുമായിട്ടുള്ള ബന്ധത്തില് അവളന്ന് പിന്നെ ഇവര് പ്രൊപ്പോസൽ കൊണ്ടുവന്ന് അങ്ങനെ വന്നാണ്. അങ്ങനെയാണ് ഇവിടെ ഒരു കോഴിക്കോടം പുയ്യാപ്പളായിട്ട് ഇവിടെ വന്നത്. പിന്നെ അപ്പോ അതിൽ ഒരാള് AM കോയ ആണ്, അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യും. സൃഷ്ടി നാടകത്തില് ആ ബിഷപ്പിന്റെ റോളൊക്കെ അഭിനയിച്ചത്. അതുപോലെ തന്നെ പിന്നെ കറവറ്റ വെച്ചു KTയുടെ വളരെ പ്രശസ്തമായ നാടകം, ആദ്യകാല നാടകം, ബെസ്റ്റ് നാടകമുണ്ട്. അപ്പോ അതില് ആ പുരുഷു എന്നുള്ള കഥാപാത്രം മെയിൻ ക്യാരക്ടർ അക്ഷയരൂപിയായിട്ടുള്ള അതും പിന്നെ ഉപ്പ, ഞങ്ങളെ ഉപ്പ എന്നാണ് വിളിക്കുന്നത്. എന്റെ ഭാര്യയുടെ ഉപ്പയുള്ള ഞാനും ഉപ്പ എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിനൊന്നും ഒരു അംഗീകാരം കിട്ടാതെ പോയ ആളാണ്. പിന്നെ അപ്പൊ അവർക്ക് KT മുഹമ്മദ് പോയതിനു ശേഷം MT വാസുദേവൻ നായരെ കൊണ്ട് ഒരു നാടകം, അത് എന്താണ് പിന്നെ പേരാൻ പറഞ്ഞു, പിന്നെ തിക്കോടി. അത് കഴിഞ്ഞപ്പോ ഒരു നാടകം വേണം അവർക്ക്. അപ്പൊ വിക്രമൻ നായർ പറഞ്ഞ് ഒരു നാടകം എഴുതാൻ നോക്കും. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് സൂറത്തിൽ കാലത്ത് എന്നുള്ള ഖുർആനിലെ ഒരു അധ്യായം, ആ അധ്യായത്തെ ബേസ് ചെയ്തിട്ട് ഒരു പുതിയ രീതിയിലുള്ള ഒരു നാടകം എഴുതാൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് ഇഷ്ടമായി. അതിന്റെ സബ്ജക്റ്റ് ഇതാണ്. അത് പിന്നെ ഗുഹയിൽ 300 വർഷം ഉറങ്ങിക്കിടന്ന ആളുകളെ പറ്റിയാണ് ഖുർആനിൽ പറഞ്ഞത്. അതാ സൂറത്തുൽ കഹ്ഫ്, ഗുഹാവാസികൾ എന്നുള്ള. അപ്പൊ ഞാൻ ആലോചിച്ചത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ഗുഹയിൽ കൂടി അതിനുവേണ്ടി നടന്ന സ്വാതന്ത്ര്യ സമര ഭടന്മാര് ഒരു ഗുഹയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അവര് ഉറങ്ങിയപ്പോഴത്തേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ ഇന്ത്യ ആണോ ഉള്ളതെന്ന് അറിയാനായിട്ട് അവര് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പൊ കാണുന്ന കാഴ്ചകളായിട്ടാണ് ഈ നാടകത്തിലെ ദൃശ്യങ്ങൾ വരുന്നത്. അതൊരു പുതുമയുള്ള ഒരു സംഭവമായിരുന്നു, ഒരു പുതിയ സങ്കല്പം നാടകത്തിന്റെ കോൺസെപ്റ്റിലൊക്കെ ഉള്ള ആ രീതിയിലുള്ള. അപ്പൊ ആ നാടകം നന്നായിട്ട് കളിച്ചു, അമേരിക്കയിലൊക്കെ പോയി കളിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നീടാണ് വിക്രമനാൾക്ക് വേണ്ടി വേറൊരു നാടകം, അത് അധികം കളിച്ചില്ല, ക്ഷുഭിതരുടെ ആശംസകളും. അങ്ങനെ 2 നാടകങ്ങളെ ഇവിടെ വന്ന് പ്രൊഫഷണലായിട്ട് എഴുതി. ചെറുപ്പകാലത്ത് ഞാൻ ഏകാംഗ നാടകങ്ങളൊക്കെ എഴുതിയിരുന്നു കൊച്ചിയിലുള്ളപ്പോൾ. മതപരമായ ടെർമിനോളജി ഉപയോഗിച്ച് വരുമ്പോൾ എല്ലാത്തിനും അർത്ഥം മാറും. ഇപ്പൊ ഞാൻ ഈ അടുത്ത് അന്നദാതാവ് എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി. ഞാൻ കർഷകനെ അന്നദാതാവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർക്കും അതിലൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. പക്ഷെ അത് വായിച്ച ഒരാള് നോക്കിയാൽ അത്രയും പറയണം, അത്രയും. ഞാൻ പറഞ്ഞു അത് ഈ കവിത വായിച്ച ആർക്കും ഇത് തോന്നിയിട്ടില്ല. അന്നദാതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അന്നദാതാവ് മാത്രമല്ലല്ലോ, പിന്നെ പടച്ചവൻ എന്ന് പറയുന്നത് അന്നദാതാവ് മാത്രമല്ലല്ലോ. അന്നദാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും. ഇപ്പൊ ഒരു എഴുത്തുകാരൻ അന്നദാതാവിന്റെ പണി ചെയ്യില്ല, അവൻ കുറച്ചുകൂടി ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അവനെ പഠിച്ചവനായിട്ട് നമ്മൾ പറയുന്നില്ലല്ലോ. അവൻ എഴുത്തുകാരന് ഒരു നോവലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകളെ ഉണ്ടാക്കുന്നു, കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നു, കഥ അവരുടെ ജീവിതം ഉണ്ടാക്കുന്നു, അവര് ഇടപഴകുന്ന ലോകം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ചെയ്ത് അതൊക്കെ പഠിച്ചോണ്ട് ചെറിയ പണിയാണ്.
അപ്പൊ അവിടെയാണ് നമ്മൾ സങ്കുചിതമാവാതിരിക്കുക എന്നുള്ളത്. അത് സങ്കുചിതമാകാതിരിക്കുക നമ്മളെ. അത് ആ ആരാധകൻ എന്ന് പറയുമ്പോ അത് ആ വ്യക്തിയോടുള്ള ആരാധന എന്നുള്ളത്. അല്ല, അത് അത്രേ ഉള്ളൂ. വാക്കുകൾ അത് അങ്ങനെയാണ് ഈ മതവിദ്വേഷങ്ങളും തർക്കങ്ങളും ഒക്കെ, ആവശ്യമില്ലാത്ത തർക്കങ്ങളും ഉണ്ടാക്കും. ഈ അന്നദാതാവ് എങ്ങനെയാണോ ദൈവമല്ലാതിരിക്കുന്നത്, അതുപോലെ തന്നെ ആരാധന അതും ദൈവമില്ലാതെ. അല്ലല്ല, അന്നദാതാവെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നം കിട്ടുന്ന കർഷകനാണ്. ഒരു കാര്യം ചെയ്യുന്നുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ മറ്റേതെല്ലാം ചെയ്യുന്നത്. ഞാൻ തിരക്കഥാകൃത്തെന്നാണ് പറയുന്നത്. ചില സമയത്ത് അദ്ദേഹം പടച്ചവൻ എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്തിന്റെ സംവിധായകന്റെ പോലെ. കാരണം നമുക്കതില്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഈ ലോകത്തിലേക്ക് ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മളെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും സംഭവിക്കണില്ല. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. സ്ഥലകാലങ്ങളുടെ തടവുകാരാണ് നമ്മൾ. കാരണം സ്ഥലം എന്ന സ്ഥലത്ത് ജനിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇല്ലല്ലോ. ഏതോ സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നു, ഏതോ ഒരു കാലത്ത് ജീവിക്കുന്നു, ഏതോ കാലത്ത് ജനിക്കുന്നു, ഏതോ കാലത്ത് മരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കയ്യിലല്ല. ഇതിൻ്റെയൊക്കെ ചരട് പിടിച്ചിരിക്കുന്ന ആരാണ്? ആ ശക്തിയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സൂക്ഷ്മ ദൃഷ്ടി പതിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുമ്പോൾ തിരക്കഥാകൃത്തിന് നിശ്ചയിച്ചതുള്ള അഭിനയിച്ചിട്ട് പോകാൻ മതി. വായനക്കാരനെ കൾട്ടിവേറ്റ് ചെയ്യാം, വായനക്കാരനെ സൃഷ്ടിച്ചെടുക്കുക. അതായത് അവന് ആവശ്യമുള്ളത് അവന്റെ വായ ബുദ്ധി കെട്ടിയല്ല വേണ്ടത്, അവനെ സംസ്കരിക്കുക. ഇപ്പോൾ വായനക്കാരന്റെ അഭിരുചികളെ സംസ്കരിച്ചു കൊണ്ടുവരിക, അതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്.